ഹലോ ഫ്രണ്ട്സ്, വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിൻ്റെ ട്രയൽ റണ്ണിൻ്റെ ഭാഗമായിട്ട് ഡാനിഷ് ഷിപ്പിംഗ് കമ്പനിയായ മേഴ്സ്കിൻ്റെ സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്ന ഷിപ്പ് ചൈനയിലെ സിയാമൻ പോർട്ടിൽ നിന്നും വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഷിപ്പിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ബേ ഓഫ് ബംഗാളിലാണ്. അതായത് ശ്രീലങ്കയുടെ കൊളംബോ പോർട്ടിനെത്തുന്നതിന് മുന്നെയാണ് നമ്മൾ ഈ ഷിപ്പ് കാണുന്നത്. ഇത് കറക്റ്റായിട്ട് ഉള്ള കറണ്ട് പൊസിഷനാണ് നമ്മൾ നോക്കുന്നത്. ഷിപ്പിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. ഷിപ്പിൻ്റെ സ്പീഡ് ആവട്ടെ 15.7 നോട്ടിക്കൽ മൈൽ സ്പീഡ് തന്നെയാണ്. ഡെസ്റ്റിനേഷൻ വിഴിഞ്ഞം. എക്സ്പെക്റ്റിംഗ് ടൈം ഫോർ അറൈവൽ 11/7/2024 6 AM PM ആണ്. അത് ഞാൻ ഇൻഫോൺ റിസീവ് ചെയ്യുന്നത് 9/7/2024 10:43 AM ആണ്. ഇനി വളരെ കുറച്ച് ദൂരം പിന്നിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വിഴിഞ്ഞം ട്രാൻസ്പോർട്ടിലെത്താം. അതായത് ശ്രീലങ്കയിലെ കൊളംബോ പോർട്ട് പിന്നിട്ടാണ് വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്ന കണ്ടെയ്നർ ഷിപ്പ് വിഴിഞ്ഞം ട്രാൻസ്പോർട്ടിലേക്ക് വരുന്നത്. ഇതാണ് നമ്മുടെ പോർട്ട്. ഇവിടം വരെയാണ് നമുക്ക് എത്തേണ്ടത്. അതായത് ഇനി ഈ സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്ന കണ്ടെയ്നർ ഷിപ്പിലെ കണ്ടെയ്നർ ഇറക്കി വെച്ചതിന് ശേഷം അല്ലെങ്കിൽ അൺലോഡ് ചെയ്തതിന് ശേഷം മറ്റ് 2 ഷിപ്പുകൾ വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് ഈ കണ്ടെയ്നർ കൊണ്ടുപോകാൻ വരുന്നുണ്ട്. അതായത് ട്രാൻസ്ഷിപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് 80% ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടാണ് നമ്മുടെ വിഴിഞ്ഞം ട്രാൻസ്പോർട്ട്. ട്രാൻസ്ഷിപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് 2 ഷിപ്പുകൾ വരുന്നു. ആ ഷിപ്പിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. നമുക്ക് ആദ്യം നോക്കേണ്ടത് മാരിൻ അസൂർ എന്ന് പറയുന്ന ഷിപ്പിൻ്റെ ഷെഡ്യൂൾ ഒന്നുകൂടി ചെക്ക് ചെയ്യാം. 11/7 1:30 PM കൊളംബോയിലാണ് എത്തിച്ചേരുക. 13/7/2024 11 AM വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് എത്തിച്ചേരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ 12/7/2024 4 PM എത്തിച്ചേരും എന്നാണ് അറിയിച്ചത്. ഇപ്പോൾ ഷെഡ്യൂൾ ചേഞ്ച് ആയിരിക്കുന്നു. എന്ത് കാരണമെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു നമുക്ക് ഇനാഗുറേഷൻ വെച്ചിട്ടുള്ളത് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിൽ ഉച്ചയ്ക്കാണ്. അതായത് 12-ാം തീയതി ഉച്ചയ്ക്കാണ് ഇനാഗുറേഷൻ വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണോ ഈ ടൈം ചേഞ്ച് ആയതെന്നറിയില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ട്രാൻസ്ഷിപ്മെൻറ്റ് നടക്കുക 13-ാം തീയതി പിറ്റേ ദിവസമായിരിക്കും എന്ന് തോന്നുന്നു. ഇനി ഷെഡ്യൂളിൽ ചേഞ്ച് വന്നാലും നാളെ ഞാൻ അപ്ഡേഷൻ ഇടുന്നതായിരിക്കും. ഇന്ന് ഡേറ്റ് 9 10-ാം തീയതി ഉണ്ട്, 11-ാം തീയതി ഉണ്ട്. 2 ദിവസത്തെ ടൈമിനകത്ത് ചേഞ്ച് ഷെഡ്യൂൾഡ് വരണമെങ്കിൽ ഓരോ ദിവസവും തന്നെ അപ്ഡേഷൻ കറക്റ്റായിട്ട് നൽകുന്നതായിരിക്കും. ഇപ്പോഴുള്ള അപ്ഡേഷൻ 13/7/2024 11 AM ഷിപ്പ് എത്തുമെന്ന് അറിയിച്ചിട്ടുള്ളത്. നമുക്ക് ഷിപ്പിൻ്റെ കറണ്ട് പൊസിഷൻ നോക്കാം. ഷിപ്പിൻ്റെ കറണ്ട് പൊസിഷനിലോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഷിപ്പുള്ളത് ഡെസ്റ്റിനേഷൻ കൊളംബോ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. മാലിദ്വീപ്സ് പിന്നിട്ടിരിക്കുന്നു. ശ്രീലങ്കയുടെ കൊളംബോ പോർട്ടിൻ്റെ അടുത്താണ് ലക്ഷ്യം വെച്ച് നമ്മുടെ ഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഷിപ്പിൻ്റെ സ്പീഡ് 12 നോട്ടിക്കൽ മൈൽ സ്പീഡ് തന്നെയാണ്. ഡെസ്റ്റിനേഷൻ കൊളംബോ. ഞാൻ ഇൻഫോൺ റിസീവ് ചെയ്യുന്നത് 9/7/2024 8:12 AM. ഇനി നമുക്ക് അടുത്ത ഷിപ്പിലേക്ക് പോകാം. അടുത്ത ഷിപ്പ് എന്ന് പറയുമ്പോൾ സിസ്പാൻ സാന്തോസ് എന്ന് പറയുന്ന ഷിപ്പാണ്. നമുക്ക് ആ ഷിപ്പിൻ്റെയും ഷെഡ്യൂൾ ചേഞ്ച് ഉണ്ടോ എന്ന് നോക്കാം. 12-ാം തീയതി കൊളംബോ, 13-ാം തീയതി വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് 12 PM എത്തിച്ചേരുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അത് കറക്റ്റ് തന്നെയാണ്. കഴിഞ്ഞ വീഡിയോയിലും ഈ പറഞ്ഞ സിസ്പാൻ സാന്തോസ് എന്ന് പറയുന്ന ഷിപ്പിൻ്റെ ചേഞ്ച് വന്നിട്ടില്ല. 13/7/2024 12 PM തന്നെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഷിപ്പിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് നോക്കാം. ഷിപ്പ് ഇപ്പോൾ എവിടെ എത്തിയിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിലവിൽ കൊളംബോ പോർട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഇതാ നമുക്ക് കാണാൻ പറ്റും. സലല പോർട്ടിൽ നിന്നാണ് ഷിപ്പ് ഉണ്ടായിരുന്നത്. ഷിപ്പ് ഇപ്പോൾ സലല പോർട്ടിൽ നിന്നും ഡെസ്റ്റിനേഷൻ കൊളംബോ പോർട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. 12-ാം തീയതി കൊളംബോ പോർട്ടിലെത്തും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് കണ്ടെയ്നറുമായിട്ട് വരുന്ന ഷിപ്പിൻ്റെ ഡീറ്റെയിലും കണ്ടെയ്നർ വന്നു കഴിഞ്ഞാൽ ട്രാൻസ്ഷിപ്മെൻറ്റ് ഭാഗമായിട്ട് കണ്ടെയ്നർ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ഭാഗമായിട്ട് വരുന്ന കപ്പലുകളും വിഴിഞ്ഞത്തേക്ക് കണ്ടെയ്നറുമായിട്ട് വരുന്ന കപ്പലിൻ്റെ ഡീറ്റെയിൽ
ഇനി നമുക്കറിയേണ്ടത് ഇപ്പോൾ നിലവിൽ എത്ര ടഗ് ബോട്ടുകളാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ഉള്ളതെന്നാണ് അറിയേണ്ടത്. നമുക്ക് നേരെ നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിലേക്ക് പോകാം. ഇതാ നമ്മുടെ മുന്നിൽ കാണുന്ന ഡോൾഫിൻ 35 എന്ന് പറയുന്ന ഒരു ടഗ് ബോട്ട് ഇതാ നമ്മുടെ മുന്നിലുണ്ട്. അതുമാത്രമല്ല, നമുക്ക് ഈ ടഗ് ബോട്ട് നോക്കാം. ഇത് ഡോൾഫിൻ 27, ഡോൾഫിൻ 28. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുതിയതായിട്ട് വന്ന ടഗ്. അടുത്തൊരു ടഗ് കൂടി ഉണ്ട്, ഓഷ്യൻ പ്രസ്റ്റീജ്. ഈ പറയുന്ന 4 ടഗ് ബോട്ടോട് ചേർന്നിട്ടാണ് നമ്മുടെ കണ്ടെയ്നർ ഷിപ്പിനെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിലേക്ക് കൊണ്ടുവരുന്നത്. മുന്നിലും പുറകിലുമായിട്ട് 2 ടഗ് ബോട്ട്, 2 സൈഡിലായിട്ട് 2 ടഗ് ബോട്ട്, ഇങ്ങനെ 4 ടഗ് ബോട്ടുകൾ ചേർന്നിട്ടാണ് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മുടെ ഈ കാണുന്ന ടെമ്പിൾ എല്ലാവർക്കും സുപരിചിതമാണ്, ആഴിമല ടെമ്പിൾ. ഈ ടെമ്പിളിൻ്റെ അടുത്തുകൂടിയാണ് ഷിപ്പ് പാസ്സായി നമ്മുടെ പോർട്ടിലേക്ക് കയറുന്നത്. ഈ പോർട്ടിൻ്റെ അപ്ഡേഷൻ നമുക്ക് ഈ വ്യൂവിൽ കിട്ടുമ്പോൾ, ഇതിപ്പം ഷിപ്പ് ട്രാക്കിംഗ് സോഫ്റ്റ്വെയർ ആയത് കാരണം നമുക്ക് ഈ കാണുന്ന അപ്ഡേഷൻസ് എല്ലാം ഗൂഗിളിൽ നിന്ന് ലഭിക്കുന്ന അപ്ഡേഷനാണ്. പക്ഷേ ഈ പറയുന്ന ടഗ് ബോട്ടും ഷിപ്പിൻ്റെയും ആണ് കറണ്ടായിട്ടുള്ളത്. ബാക്കിയെല്ലാം ഗൂഗിളിൻ്റെ പഴയ അപ്ഡേഷനാണ് നമുക്ക് ലഭിക്കാറ്. ഷിപ്പും ഈ ടഗ് ബോട്ടെല്ലാം കറണ്ട് പൊസിഷൻ തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇന്നത്തെ അപ്ഡേഷൻ. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിലുള്ള അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങളെ മുന്നിൽ ആദ്യം തന്നെ എത്തുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്. എന്ന് പറഞ്ഞ് തീരുന്നതിന് മുന്നേ നമുക്കിവിടെ ഒരു ചെറിയ വെസൽ തൊട്ടടുത്ത് തന്നെ കാണാൻ സാധിക്കും. ഇപ്പോൾ കണ്ടതാണ്, നമുക്ക് നോക്കാം അത് ഏത് വെസലാണെന്ന്. ഇത് കേരള പോലീസിൻ്റെ വെസലാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് ഇനാഗുറേഷൻ 12-ാം തീയതി ആയതുകൊണ്ട് ഇൻസ്പെക്ഷനൊക്കെ വന്നു പോകുന്ന വെസലായിരിക്കും, ചെറിയൊരു വെസലായിരിക്കും കേരള പോലീസിൻ്റെ. താങ്ക് യു ഫ്രണ്ട്സ്.